അജു എപ്പോഴാ വരുന്നത്? അവൻ പോയിട്ട് എത്ര ദിവസമായി? പോയിട്ട് എന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ല അവന്. എത്ര നാളെന്ന് പറഞ്ഞ ഏട്ടാ കാണാതിരിക്ക? ഒന്ന് വരാൻ പറ അവന്റെ അടുത്ത്. പൊന്നോ അനു, അവൻ ഇന്ന് വരൂടി. നീ കിടന്ന് വിഷമിക്കാതെ. അവൻ ജോലിയുടെ ആവശ്യമായിട്ടല്ലേ പോയേ, ചുമ്മാതെന്നല്ലോ. പിന്നെ വിളിക്കാത്തത് അത് അവിടത്തെ തിരക്കുണ്ടാടി. നീ ചുമ്മാ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവ ഇന്ന് എന്നെ വരും, എന്നെ വിളിച്ച് പറഞ്ഞു എല്ലാം തീർന്നു, ഞാൻ ഇന്ന് തന്നെ എത്തും. മിക്കവാറും അവ ഇനി ഇവിടെ എത്തേണ്ട നേരെ, മിക്കവാറും അവിടെ എത്തിക്കാണും, മെയിൻ റോഡിൽ എത്തിക്കാണും. നീ ടെൻഷൻ അടിക്കാതെ. ആഹാ, അപ്പൊ അച്ഛനും മോനും കൂടെ പ്ലാനിങ് ആയിരുന്നല്ലേ എന്റെ അടുത്ത് പറയാതെ? നിങ്ങൾക്കൊന്ന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ മനുഷ്യ? ഓ, ചെക്കൻ എത്ര നാളെ ഞാൻ കണ്ടിട്ട്. അവ വരാൻ നേരം വേണ്ടി ഞാൻ ഒന്നും പറയുന്നില്ല. ആ വന്നിട്ട് എവിടെയെങ്കിലും പോവല്ലോ, അപ്പൊ ഞാൻ നിങ്ങൾക്കുള്ള തന്നോളാം. ഓ ആമിക്കുട്ടി, എന്റെ അച്ഛനെ കൊല്ലോ? അതൊരു പാവ മനുഷ്യനാണേ, ഒന്ന് വെറുതെ വിട്ടേക്ക്. എടാ ചക്കരേ, നീ എന്തിയാടാ പൊന്നെ? ഇങ്ങോട്ടൊന്ന് വന്നേ എന്റെ പൊന്നെ. എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്. നീ എന്താണ് എന്നെ വിളിക്കാത്തത്? നിനക്ക് വന്നു വന്ന് അമ്മേനെ വേണ്ടല്ലേ? അച്ഛന്റെ ചേട്ടന്മാരെയൊക്കെ മതി നിനക്ക് വന്നു വന്ന്. അയ്യോ, ഇനി ഉമ്മ വെച്ച് കൊല്ലാതെമ്മ. ആരാ പറഞ്ഞേ എന്റെ ആമിക്കുട്ടീനെ എനിക്ക് വേണ്ടെന്ന്? എന്റെ ആമിക്കുട്ടിയല്ലേ ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് മൈ ലൈഫ്. അത് കഴിഞ്ഞിട്ടേ എനിക്ക് ആരുള്ളൂ. ഓക്കെ, തിരക്കായി പോയമ്മ വിളിക്കാൻ. അല്ലെങ്കിലേ സത്യമായിട്ട് അമ്മേനെ വിളിച്ചത് സമയം കിട്ടിയിരുന്നെങ്കിൽ ഒട്ടും സമയം കിട്ടിയില്ലേന്ന്. അതുകൊണ്ടാ സമയം കിട്ടാത്തോണ്ടല്ലേ? കുഴപ്പമില്ല, നീ വന്നല്ലോ, അത് മതി. ഓ, എന്റെ ചെക്ക് ഒരുപാട് ക്ഷീണിച്ചു. ഇത് കണ്ടേ കേട്ടാ ഇരിക്കുന്നത്. നീ വന്നല്ലോ, നിന്നെ കഴിപ്പിച്ച് പഴയ പോലെ ഞാൻ വണ്ണം വെപ്പിക്കാം. സത്യമല്ലേ അമ്മ? എൻ്റെ മനസ്സിലൊക്കെ നോക്കിക്കേ, ചുരുങ്ങിപ്പോയി. അമ്മേൻ്റെ ഫുഡൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്ത്. അവിടുത്തെ കണ്ട എന്തൊക്കെ ഫുഡ് എനിക്കറിയത്തില്ല, എനിക്ക് പേര് പോലും അറിയാത്ത ഫുഡുകളാണ് എനിക്ക് കൊണ്ടുവന്നിട്ട് സാർ കഴിക്കൂ എന്ന് പറഞ്ഞ് തന്നത്. എൻ്റെ മമ്മിയുടെ ഫുഡ് എനിക്ക് കഴിക്കണം, വേഗം എനിക്ക് തൈനെ ഫുഡ് കുറേ വേണം. എനിക്ക് വിശപ്പൊന്നും ആവത്തില്ല. നീ വണ്ണം കുറഞ്ഞു പോയെന്നാ? എനിക്ക് തോന്നിയില്ലല്ലോ നിനക്ക് വണ്ണം കുറഞ്ഞതായിട്ട്. നീ ഇവിടെ നേരത്തെയും കാട്ടിയും വണ്ണം വെച്ചല്ല തോന്നുന്നേ എനിക്ക്. നീ ഒന്ന് മിണ്ടാ നിന്നേ. ലാസ്റ്റ് അനിയൻ്റെ അടി കാണിച്ചെന്ന പേര് നിനക്ക് മിക്കവാറും വീരും. എങ്ങനെ കേട്ടില്ലല്ലോ ചേട്ടാ? ഒന്നും കൂടെ പറഞ്ഞേ. അജു, നീ അത് ശ്രദ്ധിക്കണ്ട. ഇവൻ പലതും പറയും. ഈ പൊട്ടന്റെ വാക്ക് കേൾക്കാൻ നിന്നാ നിന്നെ പറഞ്ഞാ പോരെ. നീ അങ്ങ് പൊക്കേ. നീ ഇപ്പം വന്നല്ലേ ഉള്ളൂ, ചെന്ന് കുളിച്ചിട്ട് വന്ന് നീ ഫുഡ് കഴിക്കാൻ നോക്ക്. പോ. മക്കളെ എണീച്ചോടിയേ? ആ, അനിയും വരുണും എണീച്ചു. ഇനി ഒരുത്തനുണ്ടല്ലോ, അത് നീ എപ്പം വന്ന് കേറിയെന്നോ എപ്പോ ഉറങ്ങിയെന്നോ എവിടെ പോയെന്നോ ഒരു പിടിയില്ല. നീ റൂമിൽ ചെന്ന് നോക്കിയാലേ അറിയാൻ പറ്റും. ആ, ഇന്നലെ ലേറ്റായി വന്നും കാണും, ഇന്ന് രാവിലെ എണീച്ച് ഡാൻസിന്റെ പിറകെ ഓടിയും കാണും. മര്യാദയ്ക്ക് പുസ്തകത്തെ പഠിക്കാൻ പറഞ്ഞ കേൾക്കത്തൂടിയില്ല. ഈശ്വര, ഇത് നീ എങ്ങനെ ജീവിക്കുമെന്നാ എനിക്ക് അറിഞ്ഞുകൂടാത്തത്. രാവിലെ തന്നെ തുടങ്ങിയ അവനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട്. ആഹാ, അനിയനെ സപ്പോർട്ട് ചെയ്യണ ചാട്ട് എത്തിയല്ലോ. എന്താ ഇത്ര നേരം വരാത്ത ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പൊന്നച്ച, അവന്റെ ഇഷ്ടത്തിന് വിട്ടേക്ക്. അവന് ഡാൻസിന് പോവാൻ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? അവൻ പൊക്കോട്ടെ. ചുമ്മാ എന്തിനാണ് അവനെ പിടിച്ച് കണ്ട് കമ്പനിയിലൊക്കെ വയ്ക്കാൻ പോകുന്നത്? ഇൻ കേസ് അവൻ ചെയ്തിട്ട് അത് ശരിയല്ലെങ്കിൽ അച്ഛൻ തന്നെ വഴക്ക് പറയും. ആ പൊസിഷൻ വേറെ നല്ല ആൾക്കാർക്കെല്ലാം കൊടുത്തൂടെ? ചുമ്മാ എന്തിനാ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നേ? അതാണ് നല്ലത് എനിക്ക് തോന്നുന്നത്. അവന് കൊടുക്കാൻ പറ്റുന്ന സ്ഥാനം ഇവന് കൊടുക്കാം. ഓ, ആ കൊച്ചെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. അവനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ലേ? അയ്യോ അങ്കിൾ, എനിക്കോ? അത് വേണ്ടാന്നേ പറയത്തുള്ളൂ. ഞാൻ അവന്റെ ഒരു ഹെൽപ്പർ അല്ലേ അങ്കിളെ. അപ്പൊ ഞാനും അതിൽ ചെന്നില്ലെങ്കിൽ അവനെ വിട്ടു മിക്കവാറും. അതുകൊണ്ട് അങ്കിള് വേറെ ആരെങ്കിലും വയ്ക്കുന്നതായിരിക്കും വളരെ നല്ലത്. ആ, ബെസ്റ്റ്. അവനും ഡാൻസിൽ പോയി അവന്റെ ഫ്രണ്ടിനെ വിളിച്ച് അതിട്ട്. ഓഹ്, എന്റെ പൊന്നോ, ഇവനെയും കൊണ്ട് തോറ്റ് ഞാൻ. എനിക്ക് അറിഞ്ഞൂടെ. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഓക്കെ, മതി മതി മതി. ഇനി അവന്റെ പേരും പറഞ്ഞ് ആരും ഇനിയോട് അടി കൂടണ്ട. എടാ അനി, നീ ഒരു കാര്യം ചെയ്തേ. നീ കോൾ വിളിച്ചിട്ടേ അവന്റെ അടുത്ത് ഇങ്ങ് വരാൻ പറ. ഫുഡ് കഴിച്ചിട്ട് പൊക്കോളാൻ പറ. ഫുഡ് കഴിക്കാനുള്ള പ്രാക്ടീസ് ഒന്നും ഇവിടെ വേണ്ട. മര്യാദയ്ക്ക് നീ അവനെ വിളിച്ച് വരാൻ പറഞ്ഞേ. ഹലോ, ആ എടാ വിച്ചു അല്ലേ? വിച്ചു എവിടെയാടാ?
ആണോ? അവൻ്റെ അടുത്ത് വേഗം പ്രാക്ടീസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞേ. അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കാന്ന് പറ. വന്നേ പറ്റൂന്ന് പറയണേ കേട്ടോ. ആ ശരി, ഓക്കെ. വിച്ചു, എടാ നിന്റെ ചേട്ടൻ വിളിച്ചിരുന്നു. നിന്റെ അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുക, വേഗം ചെല്ലാൻ പറഞ്ഞു. കവർന്നു പിന്നെ പിന്നെ നെഞ്ചുമിടഞ്ഞു തന്നെ തന്നെ കനവ് തെളിഞ്ഞു അടിമുടി ഇടിമിന്നൽ അയ്യോ അയ്യോ ആ ചുണ്ടുമല്ലി ചുണ്ടു ചിണുങ്ങി ഞാൻ ആകെ 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 കിറുങ്ങി ഓ വണ്ട് പോലെ ചിറകുമൊരുങ്ങി ആരും പോയി വീണിടുന്ന തീയോ നീയോ ജന്നകമേ കാക്കും പോവാം പെൺ മുനയാക്കെ പാറി പോയി പെണ്ണെ പെണ്ണാളെ ഇടയ്ക്കണ മീനാളെ വലയില് വീണ നിന്നെ വിടില്ല വിധി ഇനി നോയിക്കോ നോയിക്കോ ഇപ്പൊ നിന്നെ ആയിക്കോ എന്നാ പോട്ടെ, അമ്മ വിളിച്ചു. ഇനി അവിടെ ചെന്ന് അച്ഛൻ്റെ വായന എല്ലാം ഞാൻ കേൾക്കണം. അയ്യോ എനിക്ക് വയ്യ. പോട്ടെ, എല്ലാം ചെന്ന് വാങ്ങിച്ചിട്ടാ. നീ പോടാ പട്ടി. ബൈ, സീ യു. ഹായ് മമ്മി, ഞാൻ വന്നല്ലോ. ഫുഡത്തെ എനിക്ക് വിശക്കുവാ. ആഹാ, ഊരി തിണ്ടിട്ട് മകൻ എത്തിയല്ലോ. എടുത്തു കൊടുക്കടി ഫുഡ്, കഴിക്കട്ടെ. എടാ അതിൻ്റെ എത്ര പ്രാവശ്യം പറയണം ഡാൻസ് ഡാൻസ് എന്ന് പറഞ്ഞോണ്ട് നടക്കില്ലേ നടക്കല്ലേ എന്ന്. നീ പറഞ്ഞാലും കേക്കത്തില്ലല്ലേ. അച്ഛാ പ്ലീസ്, എനിക്ക് അടി ഉണ്ടാക്കാൻ വയ്യ. ഞാൻ ഒന്ന് ഫുഡെങ്കിലും കഴിച്ചോട്ടെ പ്ലീസ്. നമുക്ക് ഈ കാര്യം പിന്നെ സംസാരിക്കാം. ശരിയാ, ചെക്ക ഒന്ന് വന്ന് കേറിയില്ലേ ഉള്ളൂ. അവന് ഫുഡെങ്കിലും കഴിച്ചോട്ടെ, എന്നിട്ട് മതി അവിടെ സംസാരിക്കുന്നത്. ഹലോ, ഞാൻ വന്നല്ലോ. ആഹാ, വന്നോ? അച്ഛൻ്റെ വായിക്കുന്ന എല്ലാം കേട്ടിട്ട് തന്നെ വന്നത്. എല്ലാം കേട്ട് എല്ലാം. ഇതൊരു കഷ്ടമുണ്ടോ, എപ്പോഴും ബിസിനസ് എന്ന് തലേ കൊണ്ടുവയ്ക്കാൻ വരും. എനിക്ക് ഡാൻസ് ഒന്നും ഇഷ്ടമൊന്നും അച്ഛൻ നന്നായിട്ട് അറിയാം. എന്നിട്ട് ചുമ്മാ കൊണ്ട് ഫോഴ്സ് ചെയ്യുക. ആകെ ചേട്ടൻ മാത്രം എപ്പോഴും കിടന്ന് സപ്പോർട്ട് ചെയ്യുന്ന. ചേട്ടനും അമ്മയും പിന്നെ അവനും. പോട്ടേടാ, അച്ഛൻ ഇതിൻ്റെ സ്നേഹം കൊണ്ടല്ലേ പറയുന്നേ. ഓ പിന്നെ സ്നേഹമുള്ള അച്ഛന്മാർ എന്ത് ചെയ്യുന്നറിയോ, ഈ കൊച്ചുങ്ങളെ ഈ ടാലൻസ് മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കത്തുള്ളൂ. ഇതെന്തുവാ, അച്ഛൻ പറയണ മാത്രമേ കേൾക്കാവൂ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അതിന് ഡിഗ്രി ഇതൊന്നും എടുക്കാൻ. ചുമ്മാ എന്നെ കൊണ്ട് വന്ന് ഇതൊക്കെ എടുപ്പിച്ച് ബിസിനസ് സ്റ്റഡീസ്. മര്യാദയ്ക്ക് ഞാൻ ആർട്സ് കോളേജിൽ ചെന്ന് വല്ല ഡാൻസിൻ്റെ വല്ലതും പഠിക്കാൻ പോയേനെ. അച്ഛനാണ് സമ്മതിക്കാത്തത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാവുമെന്ന് ചോദിച്ചിട്ടാ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാത്തിനെയും ഇതിലെല്ലാം പിടിച്ചിട്ടത്. അല്ലെങ്കിൽ ഞാൻ അവരൊക്കെ കൂടെ വേറെ നല്ല കോഴ്സൊക്കെ എടുത്തണം. വയ്യ. അയ്യോ എൻ്റെ പൊന്ന്, വിഷമിക്കാതെ. ഈ കുറച്ച് മാസം കൂടെ നീ വെയിറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് അവിടെ വന്ന് നിന്നെ പെണ്ണ് ചോദിച്ച് നിന്നെ കെട്ടി നിനക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ നടത്താം. ഓക്കെ? പെണ്ണ് ചോദിക്കാനോ? അതിന് ഞാനാണല്ലേ വന്ന് പെണ്ണ് ചോദിക്കാൻ. നീ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനത്തെ ചടങ്ങ് ഈ പെണ്ണിൻ്റെ വീട്ടുകാരെ ചെന്ന് വിളിക്കണേല്ലേ ഹിന്ദുക്കളെയൊക്കെ ചടങ്ങ്. ഹിന്ദുക്കളല്ല മൊത്തത്തിൽ. അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ നിനക്ക് ഈ പെണ്ണിൻ്റെയൊക്കെ സ്വഭാവം ഉള്ളത്.
തൊട്ടേനും പിടിച്ച് കരയുക അങ്ങനെയൊക്കെ. അപ്പം നിന്നെയാണല്ലോ ഇവൻ പെണ്ണായിട്ട് കൂട്ടിയിരിക്കുന്നത്. അപ്പം നിന്നെയല്ലേ വന്ന പെണ്ണ് ചോദിക്കാൻ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓഹോ പോടോട്ടി എന്നെ പെണ്ണൊന്നും നീ പോടാ. പിന്നെ നീ ഫുഡൊക്കെ കഴിച്ചോ? പിന്നെ ഞാൻ കഴിച്ചു. നീ കഴിച്ചോ? ഓ ഞാൻ കഴിച്ചടാ. എന്നിട്ടെന്തേ ഒരു ഉഷാറൊന്നും ഇല്ലല്ലോ? ശരിയല്ലേ, ഒരു ഉഷാറില്ലായ്മ. എനിക്ക് തോന്നുന്നു എനർജറ്റിക്കായിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും മിക്കവാറും അങ്ങനെ ഉള്ളത്. എന്നാൽ അത് കിട്ടുന്ന സാധനം കഴിക്കണം. കഴിക്കാൻ പറ്റുമോ ഇത്? കണ്ടാ കടിക്കാനൊക്കെ തോന്നും. പിന്നെ പാവോന്ന് വിചാരിച്ചാ വിട്ടത്. നീ എന്തുവാടാ പറയുന്നത്? പാവോന്ന് വിചാരിച്ച് വിട്ടെന്നോ? ആന്നേ, ഞാൻ ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കതൊന്നും തന്നിട്ടില്ല. എന്ന് തരുമെന്തോ. സത്യം പറയാലോ എനിക്ക് ഒന്നും മനസ്സിലാവില്ല നീ പറയുന്നത്. ശരി നിനക്കൊന്നും മനസ്സിലാകത്തില്ല. കാരണം എന്താ, നീ കൊച്ചാ. നീ കുറച്ചും കൂടെ വളരട്ടെ, എന്നിട്ട് നമുക്ക് മനസ്സിലായിക്കോളൂ. നീ ഇങ്ങനെ പറയണമെങ്കിൽ ഡബിൾ മീനിങ് വല്ലതും ആണോ? അപ്പൊ പതുക്കെ കത്ത് മഹനി. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലല്ല വേറെ എന്താ ഞാൻ ഉദ്ദേശിച്ചത്? ഓ എടാ ചേറ്റേ പോടാ വെട്ടി. നീ അത് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. നീയാണോ? കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ കാണിച്ചു തന്നിക്കും ഞാൻ ആരാന്ന്. അന്നത്തെ ദിവസം ഉണ്ടല്ലോ, നീ കുറിച്ചിട്ടോ. ഞാൻ ഇവിടെ നിന്ന് എണ്ണിക്കൊണ്ടിരിക്കാം. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞ് എണ്ണാം കേട്ടോ. താഴെ എന്തോരോ ബഹളം കേൾക്കുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഓ ശല്യം. എടാ അവൻ വന്നടാ, ആ ചെറ്റാ. ആരടാ? മറ്റേ എന്തുവാ, അർജുൻ എന്ന പേരുള്ള ആ പൊട്ടൻ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എപ്പം വന്നാലും എൻ്റെ തലി കയറി അടി ഉണ്ടാക്കാൻ വരും. എന്നിട്ടാണെങ്കിൽ എന്തുവാ നിന്നെ കുറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. എങ്ങനെയൊക്കെ പറയുമെന്ന് അത് പിന്നെ അത് മര്യാദയ്ക്ക് പറയടാ. നോക്കിയും കണ്ട് കൂടുന്നവരെയൊക്കെ എന്തുവാ നിന്റെ ലവർ അത്ര നല്ലവനൊന്നല്ല, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കണ്ടിട്ട് ഇവന് എൻ്റെ അമ്മയും അച്ഛനെ ഇതിൻ്റെ കാര്യത്തിൽ സമ്മതിച്ചാൽ പോലും ഈ പൊട്ടം വന്നിട്ട് മുടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ ദിവസമായി ഇവിടെ ഇല്ലേന്ന്, ഞാൻ സമാധാനത്തിരിക്കുന്നു. വീണ്ടും തള്ളിക്കൊണ്ട് വന്നേക്കാവൻ. ആകെയുള്ള സമാധാനം എന്തെന്ന് വെച്ചാൽ അച്ഛനും അവനും അടിയുക. അതുകൊണ്ട് അവൻ പറയുന്നതൊന്നും കേൾക്കത്തില്ല. അത് ഞാൻ ചോദിക്കാതിരിക്കുന്നു. അവനും അച്ഛനും തമ്മിൽ എന്താടാ അടി? അറിയത്തില്ലടാ. എപ്പം നോക്കിയാലും അടിയാ. ചിലപ്പോൾ അവൻ്റെ നാക്ക് കെട്ടിട്ട് അച്ഛനെ പിടിച്ച് കാണത്തില്ല. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അടിയാ. പക്ഷെ എൻ്റെ അമ്മ അങ്ങനെയല്ല. എൻ്റെ അമ്മ ഉള്ളിൽ നല്ല കൂട്ട. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്തോ. കഷ്ടം തന്നെ. എടാ നീ എന്നാ വച്ചേക്ക്. ഇനി കോൾ ഇരിക്കണുണ്ടാവാൻ വന്ന് വല്ലതും പറയും. എന്തുവാ നിന്നെ എനിക്കത് പിടിക്കത്തില്ല. ഞാൻ അവനും കൂടെ അടിയാവും. ലാസ്റ്റ് അമ്മ വല്ലതും പറയും. അവൻ ചെന്ന് ഇനി ഇതിൻ്റെ കാര്യം വല്ലതും പറഞ്ഞു കൊടുത്തോ അത് ശരിയാവില്ല. അതുകൊണ്ട് നീ വച്ചേക്ക്. അവൻ വല്ല പറയണമെങ്കിൽ നീ അങ്ങനെ തിരിച്ച് പറയണേ. ആണോ? ഞാൻ പറഞ്ഞോളാം. ശരിയടാ, ബൈ. ലവ് യു, മിസ് യു. ഓടാ, ലവ് യു ആൻഡ് മിസ് യു ടു. ഇനി എന്നെ കുറിച്ചുള്ള സത്യങ്ങൾ ഇവ മനസ്സിലാക്കി കാണോ? അതുകൊണ്ടായിരിക്കോ വിച്ചുൻസെന്നും ഈ കാര്യങ്ങളൊക്കെ പറയുന്നേ. എന്തായാലും ഇവന്റെ കാര്യം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേക്കാം. എന്തായാലും ഇന്ന് വെറുതെ വിടുന്നത് ശരിയല്ല. അച്ഛാ, ആ വീട്ടിൽ നിന്ന് നമുക്ക് പണി തുടങ്ങിയിട്ടുണ്ട്. അവന്റെ ബന്ധത്തിൽ വീണ ആരെയോ, പേര് അർജുൻ. എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് എനിക്കിച്ചിരി ഡൗട്ടുണ്ട്. വിച്ചുവിൻ്റെ അടുത്ത് എന്ന് പറയാ ഞാൻ ശരിയല്ല എന്നും നീ അവൻ്റെ അടുത്ത് കൂടെ ഉണ്ടാന്നും എന്നൊക്കെയാ പറയുന്നത്. അർജുൻ എനിക്കറിയാം. നമ്മൾ പേടിക്കണം ആ ചെറുക്കന്. കണ്ട ഒരു പീക്കിൽ ചെക്കനാ, പക്ഷെ അവന്റെ തലയിൽ കാന ബുദ്ധിയ. അവന് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ആപത്തായിരിക്കും. അരുണിമ ബിൽഡേഴ്സിലെ അല്ല ശങ്കറിന്റെ ഇളയ മകനായവൻ
മൂത്തത് ഇതുവരെയായിട്ട് ഞാനായിട്ട് കോർത്തിട്ടില്ല. ഇവ ഒരിക്കൽ എൻ്റെ അടുത്ത് കോർത്തിട്ടുണ്ട്. എന്നോ മീറ്റിങ്ങിൻ്റെ എന്തോ സംഭവത്തിൽ അന്ന് തന്നെ എന്നെ ചിലപ്പോൾ നോക്കി വെച്ച് കാണും. എൻ്റെ വിവരങ്ങളോ എടുത്ത് കാണും. ചിലപ്പോൾ നിന്നെ അതിൽ ഇട്ട് കാണും. ഇനി ആ വിച്ചു എന്ന് പറഞ്ഞ ചെക്കൻ പറയണ കേട്ടിട്ട് ഇനി വല്ലതും നിന്നെ കുറിച്ച് അന്വേഷിച്ചാന്തോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭയക്കണം. നമുക്കൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. വിച്ചുവിന്റെ അച്ഛനും അവനായിട്ട് നല്ല അടിയില്ല. എന്തിനാണെന്ന് ചോദിച്ചാ വിച്ചുന്ന് പറയത്തില്ല. പക്ഷെ ആ അടി വേണമെങ്കിൽ നമുക്ക് മുതലെടുക്കാം. അയാളെ വെച്ച് വേണമെങ്കിൽ മറ്റവന് നേരെ തിരിക്കാം നമുക്ക്. ആ അത് കൊള്ളാം, നല്ല ഐഡിയ. രണ്ടുപേരും തമ്മിൽ അടിച്ച് പിരിയുന്നതും വളരെ നല്ലതാണ്. കാരണം ആ ചെക്കിന് അയാളുടെ ദേഷ്യം ഉണ്ടെങ്കിലും അയാൾക്ക് വേണ്ടി എല്ലാ ഈ ചെക്കൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അവ അറിയാതെ പോകുന്നതേ ഉള്ളൂ. അത് നമുക്കാപത്താ ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ. അതുകൊണ്ട് അടിച്ച് പിരിയിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാലേ അവനൊരു പാഠം പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ ആ ആനന്ദിന്. അല്ലെങ്കിലും മക്കളുള്ളത് നമുക്ക് വളരെ നല്ലതാണ്. അങ്ങനെ ഉപകാരപ്പെടുമല്ലോ അവരെ കൊണ്ട്. അവൻ വിളിച്ചിട്ട് മര്യാദയ്ക്ക് പോലും സംസാരിക്കാൻ പറ്റിയില്ല. അവൻ നല്ലപോലെ സങ്കടമായി കാണും. ചേട്ട എന്തിനാണോ കുറയുന്ന ഇന്ന് വേറെ ഏതെങ്കിലും നേരത്തെ കുറയുന്നൂടെ ഈശ്വര. ഹേ ബേബി, സുഖമാണോ നിനക്ക്? നീ എന്നെ മിസ് ചെയ്തോടാ. എന്തോന്ന് ബേബി എന്നാ? എന്നെ അങ്ങനെ വിളിച്ചോണ്ടല്ലോ കൊന്നാളെ. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തുപോയി. ഞാൻ ഇവിടെ കിടന്ന് കരഞ്ഞ് വിളിക്കായിരുന്നു നിന്നെ കാണാൻ വേണ്ടിയിട്ട്. ഒന്ന് പോടാ. ഓ റിയലി? ഷോ എനിക്ക് വയ്യ. എൻ്റെ ബേബിക്ക് എന്നോടുള്ള സ്നേഹം നോക്കിക്കേ. നിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കൽ പറഞ്ഞേ എന്നെ ഇനി അങ്ങനെ വിളിക്കല്ലെന്ന്. അവനുണ്ടോ ബേബി ഉണ്ട്. നീ നിൻ്റെ മറ്റവനെ ചെന്ന് വിളിച്ചാൽ മതി. എന്നെ നീ വിളിക്കാൻ വരണ്ട. അങ്ങനെ പറയരുത്. എനിക്ക് നിന്നെയല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ. എന്നെ വിളിക്കാൻ വേണ്ടി നീ എൻ്റെ ആരാ? ഞാൻ നിൻ്റെ ആരാ? ഇതിൻ്റെ ലവറല്ലോ ആണോ? അല്ലല്ലോ, പിന്നെന്താ? ഇതുവരെ ഇല്ല, ഇനി ആയിക്കൂടാന്നില്ലല്ലോ. എടാ ഇന്നൊരാഴ്ച, അടുത്ത വേറെ ഒന്ന്, എൻ്റെ അടുത്ത ആഴ്ച വേറെ ഒന്ന്. നിന്നെ പോലെ എനിക്കത് പറ്റത്തില്ല. ഞാൻ സ്നേഹിച്ച ഒരാളെ, അയാളെ ഞാൻ കെട്ടത്തുള്ളൂ, അവസാനം വരെ സ്നേഹിക്കുകയുള്ളൂ. നീ അത് പ്രതീക്ഷ അവിടെ ഇരിക്കണ്ട നിന്നെ കെട്ടോന്ന്, കേട്ടോ? ഓ ശരിയാണല്ലേ, മോനൊരു ലവറുണ്ടല്ലോ, ലോകത്ത് എങ്ങുമില്ലാത്ത ഒരു നല്ലവൻ. ആടാ എനിക്ക് അവൻ എങ്ങുമില്ലാത്ത നല്ലവൻ തന്നെ. നിന്നെ കാട്ടി അവൻ കൊള്ളാം. അതുകൊണ്ട് എനിക്ക് അവൻ തന്നെ നല്ലത്. മോൻ്റെ അടുത്ത് പറയാനുള്ള ഞാൻ പറഞ്ഞു. ലാസ്റ്റ് കിടന്ന് ദുഃഖിക്കാനുള്ള ഇടാ നീ ആയിട്ട് എന്നെ ഉണ്ടാക്കി വെക്കരുത്. ഞാൻ ഉണ്ടാക്കും, ഉണ്ടാക്കാതെ ഇരിക്കുകയും ചെയ്യും. നിനക്കെന്താ? ഓ എനിക്കൊന്നും ഇല്ലേ. നീ ഇതിൻ്റെ പാടുവായി. ഞാൻ പറയണത് എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോവാ. ഇനി എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല. പോകുന്നതായിരിക്കും നിനക്ക് വളരെ നല്ലത്. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുകൊണ്ട് നീ പോവും. രണ്ടെണ്ണം ഇന്നും അടിയച്ചല്ലേ. എടാ നിനക്ക് ഇത് എന്നെ ജോലി അവനായിട്ട് അടി വയ്ക്കല്? എനിക്ക് വയ്യ. എപ്പോഴും അടി തന്നെയാ. ആഹാ, അനിയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രദറിലോ വന്നല്ലോ. എന്താ വരാത്തേന്ന് ഞാൻ ഇങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു. വന്നേക്കാം. ഡാ വിച്ചുവേ, നീ എന്തുവാടാ ചുമ്മാ അവനായിട്ട് അടി കൂടിക്കൊണ്ടിരിക്കുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അവനോട് ചുമ്മാ വയ്ക്കുന്നോ? വയ്ക്കണം. നീ വയ്ക്കോ? ഇല്ലല്ലോ. എന്നാ മിണ്ടായി. പറ്റുന്ന കാര്യങ്ങളും പറയാൻ പറ്റുമെങ്കിൽ നീ പറ. ഓക്കെ? എൻ്റെ പൊന്നാരു, നിൻ്റെ ആളെക്കുറിച്ച് നിൻ്റെ അടുത്ത് പറയാണ്. നീ മിണ്ടാണ്ട് കേട്ടോണ്ട് നിൽക്കോ? നിനക്ക് ഇഷ്ടപ്പെടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അപ്പം അത് ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് അടി കൂടാൻ വേണം. പിന്നെ എങ്ങനെയാണ് ഞാൻ അടി കൂടാതിരിക്കുക? നീ തന്നെ പറ. പിന്നെ അമ്മേടെ എന്നെയും കാട്ടി ഇഷ്ടം അവൻ്റെ അടുത്താണെന്ന് തോന്നുന്നു. അവനെ പൊക്കിയിടിച്ച് പറച്ചിൽ. അപ്പം എനിക്ക് എന്ത് തോന്നും? എൻ്റെ ലവർ, നീ അത് വിട്.
അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എനിക്ക് അത്ര നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ ഉദ്ദേശം വെച്ചാൽ അതിൻ്റെ കൂടെ കൂടിക്കണേറ്റവും എനിക്ക് തോന്നുന്നത്. എന്താ ഉദ്ദേശം? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ ഇതിൻ്റെ ക്യാരക്ടറൊന്നും കണ്ട് ഇഷ്ടപ്പെട്ടതെന്നല്ല, അവന് വേറെന്തൊക്കെ കണ്ട ഇഷ്ടപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു വേണ്ടി തന്നെ അവൻ എന്നോട് കൂടിയിരിക്കുകയും ചെയ്യുന്നത്. അത് നിനക്ക് മനസ്സിലാവാത്തതാ. എൻ്റെ പൊന്നാരു, അവന് വല്ലം ചെയ്യാനെങ്കിൽ എന്നെ കഴിഞ്ഞ 1 വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്തോണം അവൻ ചെയ്യായിരുന്നു. അതുവരെ ചെയ്യാത്ത അവനാണോ ഇപ്പം വന്ന് എന്നെ വല്ലം ചെയ്യാൻ പോകുന്നത്? നീ തന്നെ പറ. അതിൻ്റെ സാഹചര്യം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അവന് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടൊന്നും ശരിയാ, അത് പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടല്ലേ. ഒരു പ്രൈവറ്റ് പ്ലേസിൽ വെച്ചൊന്നും നിങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ലല്ലോ. അവന് എത്ര പ്രാവശ്യം ഞാൻ പല സ്ഥലത്തേക്കും വിളിച്ചേക്കുന്നു. ഞാൻ കൂടെ ഉണ്ടായിരുന്നുണ്ട്, പല ഐഡിയാസ് ഇട്ടുകൊണ്ട് നീ അങ്ങോട്ട് പോയില്ല. അല്ലെങ്കിൽ നീ അവിടെ മുമ്പ് എത്തുകയും ചെയ്യണേ, ഞാൻ പറഞ്ഞത് നടക്കുകയും ചെയ്തനെ. എൻ്റെ പൊന്നാരു, നീ എല്ലാവരും ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണാതെ നീ അവൻ്റെ കൂടി ആളെ മാറിപ്പോയി. സത്യം പറഞ്ഞ നിൻ്റെ കൂടെ നിൽക്കണ്ടെന്ന് തോന്നുന്നു അവൻ്റെ ചേട്ടനെ കെട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് കേൾക്കേണ്ടി വരത്തില്ലല്ലോ. ഹലോ, എന്തുവാണ് നീ പറഞ്ഞ് എവിടെ പോവാ? വിച്ചു, നീ എന്ത് പറയാൻ നിനക്ക് നല്ല ബോധമുണ്ടോ? സോറി, ഞാൻ അറിയാതെ പറഞ്ഞതാ, നീ അത് വിട്ടേക്ക്. അവൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളെന്തിനാ അടി കൂടുന്നത്? നീ വാ, നമുക്ക് വല്ലതും ചെയ്യാം. അല്ല കളിക്കാനോ അല്ല വരയ്ക്കാനോ ഇരിക്കാം. നമുക്കിന്നൊരു കാര്യം ചെയ്താലോ, ഒരു പുതിയ കേഡ്രാമ ഉണ്ടല്ലോ, ബാ കാണാം. അല്ലെങ്കിൽ അത് വേണ്ട, നമ്മൾ കിഡ് വർഷയിൽ വേഗസില്ലേ, അവൻ്റെ ഒരു പുതിയ FF വന്നിട്ടുണ്ട്. അല്ല, പുള്ളിക്കാരൻ ബോട്ടം വന്നൊക്കെയാണ് കേട്ടോ, നമുക്കൊന്ന് കണ്ടോക്കിയല്ല. എന്തോന്ന് വേഗസ് ബോട്ടം വന്നാ? ഈശ്വരാ, വേഗസ് ഫാൻസൊക്കെ അപ്പം നെഞ്ചു പൊട്ടി ചത്തു കാണുമല്ലോ. നമുക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിൽ വേഗസിനെ കണ്ടാ പോരാടാ. നീപ്പാ, നമുക്ക് കണ്ടിട്ട് വരാം. ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത് എൻ്റെ ആളറിയണം, എന്നെ തല്ലി കൊല്ലുങ്ങേരി. വാ കാണാം. നീ ആയിരുന്നാ? ഈയടാ എൻ്റെ മേക്കപ്പിന്ന്. അതെ, ഞാൻ തന്നെ. സർപ്രൈസ് ആയില്ലേ? എന്തായി, നീ പറഞ്ഞോ? പറഞ്ഞോ? ഇല്ലടാ, പറഞ്ഞില്ല. പറഞ്ഞില്ലേ? എടാ പൊട്ട, നിന്റെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണോന്ന്. അന്ന് അവൻ്റെ മറ്റേ ലവറിൻ്റെ കാര്യം ഞാൻ പറയാമെന്ന് വിചാരിച്ച് തന്നെയാ പോയത്. പോയപ്പോഴോ അവൻ മറ്റവനെ വിളിച്ച് ചൊള്ളിക്കൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ദേഷ്യം വരാതിരിക്കുമോ? എന്നിട്ട് ഞാൻ 2-3 കാര്യങ്ങൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ കിഴങ്ങിന് മനസ്സിലാവുന്നില്ല അവൻ ശരിയല്ലാന്ന്. അവൻ എന്നോടുള്ള ദേഷ്യം മൂത്തിട്ട് അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറയുന്ന കള്ളോ അവരെ പിരിപ്പിക്കാൻ നോക്കുകയാണെന്ന്. എടാ, ഞങ്ങൾ ഇത്രയും പേര് ഹെൽപ്പ് ചെയ്യണം, എന്നിട്ട് നിനക്ക് പറയാൻ പറ്റുന്നില്ല കിഴങ്ങാ. ഞാൻ നിന്റെ ചേട്ടൻ, നിന്റെ ബ്രദറിനിലോ ഇത്രയും പേര് വേണ്ടി നിനക്ക് ഹെൽപ്പ് ചെയ്യാണ്, എന്നിട്ട് നിനക്ക് ഇതുവരെ പറയാൻ പറ്റിയില്ലെന്ന് വെച്ചാ. അതും കൂടാതെ അവന്റെ അമ്മയാണെങ്കിൽ അവന്റെ വീട്ടിൽ ഇതിന് സാഹചര്യം ഒരുക്കി തിന്നണമുണ്ട്, എന്നിട്ടും നിനക്ക് പറയാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഇത് വളരെ മോശമാണ്. ഏതെങ്കിലും ആന്റിമാരുണ്ടാടാ ഇങ്ങനെ സ്വന്തം മോനെ സ്നേഹിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പിടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്ക? ഒരിക്കലെങ്കിലും എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്ക്. ഇത്രയും വലിയ ചാൻസ് കിട്ടിയിട്ട് നീ അത് യൂട്ടിലൈസ് ചെയ്യാതെ ഇവിടെ വന്ന് എന്തുവാ വായം വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ആൻറ്റി എല്ലാം എനിക്ക് സാഹചര്യം ഉണ്ടാക്കി തന്നു. ബട്ട് അത് മറ്റവനും കൂടെ നിന്നല്ലേ പറ്റത്തുള്ളൂ. അവൻ കൂടെ കോപ്പറേറ്റ് ഞാൻ എന്തോ ചെയ്യാനാ? നീ തന്നെ പറ, ഞാൻ എന്തോ ചെയ്യട്ടു? ഞാൻ മര്യാദയ്ക്കല്ല എന്ന് പറഞ്ഞേനെ. അപ്പോഴാണ് അവൻ്റെ ഒരു ലവർ വിളിച്ചേക്കുന്നത്. എന്തെങ്കിലും തെളിവ് കിട്ടിയാലേ ഇനി അവൻ്റെ മുമ്പിൽ കൊണ്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇതാ ഇങ്ങനെയാണ് അവനെന്നും പറഞ്ഞിട്ട്. അല്ലാതെ ആ പൊട്ടം വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ തെളിവ് ഉണ്ടാക്കിയിട്ട് അവ ആരാന്ന് തെളിയിച്ചു കൊടുക്കണം, അവന്റെ ലവർ ആരാന്ന്. എന്നാലേ അവൻ നിന്നെ വിശ്വസിക്കത്തുള്ളൂ, അല്ലാതെ ഒറ്റ വരിയുമില്ല. എങ്ങനെയാണാ ഇനി തെളിവ് ഉണ്ടാക്കുക? ആലോചിക്കണം, നല്ലപോലെ ആലോചിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, നീ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിരുന്ന് വിട്ടുപോയി. നീയൊക്കെ എല്ലാണോ കൂടെ എനിക്ക് ഐഡിയ പറഞ്ഞു തന്ന്. ഐഡിയ സക്സസ് ആവുകയും ചെയ്യും, ഞാൻ അവനായിട്ട് സെറ്റായെന്നും വെച്ചോ. ഒരു പക്ഷേ ഇത് അവൻ്റെ തന്ത ഇതിന് സമ്മതിച്ചില്ലെങ്കിലോ? എന്നെ കാണുമ്പോഴേ അങ്ങേർക്ക് ഒരുമാതിരി പോലെയാണ്. അപ്പോൾ അങ്ങയുടെ മകനെ പിടിച്ച് എന്നെ കെട്ടിച്ചു തരാൻ പോകുന്ന നീ തന്നെ പറ. എൻ്റെ അമ്മയിലുള്ള ദേഷ്യം എൻ്റെ അടുത്താണ് അങ്ങേര് തീക്കുന്നത്. അപ്പം നീ പറ, ഞാൻ എങ്ങനെ അവനെ കിട്ടും?
വേണം അവനെ കൊണ്ട് ഒളിച്ചു ഓടിപ്പിക്കാൻ. പക്ഷെ ആ പൊട്ടൻ മറ്റേ അച്ഛൻ്റെ അമ്മേരെ ഉള്ള പിള്ളേരുണ്ട് കിടന്ന് കരഞ്ഞ് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? എൻ്റെ സ്വഭാവം വെച്ച് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ അമ്മേരെ ഉള്ള പിള്ളേന്നാ. ഓ അത് ശരിയാണല്ലേ നിന്റെ അമ്മയെ പറ്റി. ദാറ്റ്സ് ഡാർക്ക്. ഒന്നെങ്കിലും വരെ ഉണ്ടാക്കണമല്ലോ. അല്ല നിന്റെ അമ്മയിലത്തെ ദേഷ്യമുള്ള റീസൺ എന്തായിരുന്നു ഇത്രയ്ക്ക് ഇങ്ങനെ നിന്നെ വെറുക്കാൻ വേണ്ടിയിട്ട്? വെറുപ്പൊന്നും അല്ലടാ, എന്തോ ഒരു തരം ദേഷ്യം. അങ്ങനെ ഫാമിലി ബേസ്ഡ് എന്തോ കാര്യമായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഈ അമ്മയുടെയും അങ്കിളിൻ്റെയും കുടുംബത്തിൽ, അതായത് അവൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ കുറേ മാവന്മാരുണ്ട്. എന്തോ ഒരു മരണം നടന്നു. അപ്പം അതായിട്ട് അങ്കിള് പോയി, അവൻ്റെ അച്ഛൻ പോയി. പക്ഷെ എൻ്റെ അമ്മ പോയിട്ടില്ലേന്ന്. അന്ന് എൻ്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു. ഈ കാര്യം എന്താ അങ്കിള് പറഞ്ഞില്ല, ആ മാവന്മാർ പറഞ്ഞില്ല. അങ്കിള് പറഞ്ഞാലും മതിയായിരുന്നു സത്യം പറഞ്ഞാൽ. അമ്മയ്ക്ക് ഒന്നാതെ ഈ മാവന്മാരെ പിടിക്കത്തില്ല. അപ്പം അത് അങ്കിളിനെ അറിയുകയും ചെയ്യാം. എന്നിട്ടും അങ്കിള് വിളിച്ച് പറഞ്ഞു നീ വാ, വരായത് ഇരിക്കല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മ ഏകദേശം അമ്മ സമ്മതിച്ചു. അപ്പം എനിക്ക് വയ്യാതായി ആ ടൈമിന്. അപ്പം അമ്മയ്ക്ക് വരാൻ പറ്റില്ല, അതായത് പോകാൻ പറ്റിയില്ല. അങ്ങനെ അപ്പം എന്നെ നോക്കാൻ വേണ്ടി അമ്മ നിന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മ അവിടെ എത്തത്തുമില്ല. അങ്കിളാണെങ്കിൽ അങ്ങേരെ വായിന്ന് എല്ലാം കേൾക്കുകയും ചെയ്ത്, അതായത് ആ മാമന്മാരെ വായിന്ന് എല്ലാം കേൾക്കുകയും ചെയ്ത്. അറ്റ്ലീസ്റ്റ് അമ്മ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിലും ആ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് അങ്കിൾ വിളിച്ചിട്ട് എടുത്തുമില്ല അമ്മ ഫോണ്. പിന്നെ അങ്കിളിന് അമ്മയോട് ദേഷ്യമായി. അപ്പം റീസൺ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തോ ഒരിത്. അങ്കിളിന് ഉള്ള കുഴപ്പമില്ല, ചെറിയ കാര്യം മതി, പെട്ടെന്ന് അങ്ങ് പിണങ്ങും. അത് അമ്മ പറഞ്ഞിട്ടുണ്ട്. അനിയത്തിയിലുള്ള ദോഷം, ചുരുക്കി പറഞ്ഞ അനിയത്തിലുള്ള ദേഷ്യം എൻ്റെ അടുത്ത് തീർത്തു വെച്ചു. എൻ്റെ അനിയത്തി അടുത്ത് ഇപ്പം മിണ്ടുന്നുമില്ല. പക്ഷെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നന്നായിട്ട് മിണ്ടും. സത്യം, എൻ്റെ അച്ഛൻ്റെ അടുത്ത് അങ്ങ് അളിയനും പാസ്സാണ് തമ്മിൽ. എൻ്റെ അമ്മയെ തിന്നത് മാത്രം എന്തോ ഒരു ഇത്. പക്ഷെ അനിയത്തി കൊണ്ട് എല്ലാം ചെയ്യും കേട്ടാ. എന്നെ കണ്ട് അടി വയ്ക്കുമെങ്കിലും അനിയത്തിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ അനിയത്തിന് മൊത്തത്തിൽ മിണ്ടത്തുമില്ല. ഇതാണ് അങ്കിൾ. ഇതെന്തുവാണ് ഇത്? അനിയത്ത് പാസ് ഉള്ളൂന്നാലും പക്ഷെ മിണ്ടൂല. അതെന്താ അങ്ങനെ? എനിക്കത് മനസ്സിലാവില്ലല്ലോ. ഓ തല പോയി മൊത്തത്തില്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വീട്ടിൽ ഈ അമ്മാവ വരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. പക്ഷോ ആ അങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ട്രാക്ക് ചെയ്ത് വന്നായിരുന്നു. അപ്പൊ അങ്ങേര് പിടിച്ച് അമ്മമ്മര് കിട്ടുന്നെങ്കിൽ. അല്ല ഇതിന്റെ അമ്മ കോൾ എടുക്കാത്തതുകൊണ്ട് കോൾ എടുത്തില്ലെങ്കിലും മതിയായിരുന്നല്ലോ. പോട്ടെ പാവം. അല്ലെങ്കിൽ കൊച്ചു പിള്ളേരെ മനസ്സിലുള്ളവർ ഇങ്ങനെയാടാ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അടി ഉണ്ടാക്കും. മിണ്ടും. അനിയത്തിയിൽ അങ്ങനെ അത്ര കാലമൊന്നും മിണ്ടാതിരിക്കാൻ പറ്റൂലല്ലോ, മിണ്ടും. നീ പേടിക്കാതെ. നീ അത് വിടും. ഇനി ഇവന്റെ കാര്യത്തിലേക്ക് വാ. വിച്ചുന്റെ കാര്യത്തിൽ വരുമ്പോൾ തെളിവുണ്ടാക്കാനല്ലേ. ഇതിനെ നേരത്തെ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ഒരാളെ ഞാൻ വിട്ടിട്ടുണ്ട് അവന്റെ ലവറിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് വരട്ടെ, അപ്പൊ നമുക്ക് അതുകൊണ്ട് നിർത്തി കൊടുക്കാമല്ലോ. താങ്ക് യു, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. എടാ അല്ല, ഇങ്ങനെ ചെയ്യായിരുന്നു. ആ ഫ്രണ്ടിൽ നിങ്ങളുടെ ഡാൻസേഴ്സിനെയൊക്കെ ഈ ഒരു പോർഷനാക്കി എൻ്റെ ഈ ഒരു സൈഡിൽ വരുന്ന പോർഷൻ അങ്ങനെ വെച്ചാൽ കാണാൻ ഒരു ഇതുണ്ടായിരിക്കും. എൻ്റെ ഹൈറ്റ് അനുസരിച്ച് നിർത്തണം. ഏറ്റവും ഹൈറ്റ് കൂടിയവരെ ഫസ്റ്റ് നിർത്തിയിട്ട് ഹൈറ്റ് കുറഞ്ഞവരെ ബാക്കി വേണം. എന്നിട്ട് ഇവർ റോ ആയിട്ട് കളിച്ച് വരുമല്ലോ, അപ്പം ഹൈറ്റ് കുറഞ്ഞവർ ഫ്രണ്ടിൽ വരണം. അപ്പം കാണാൻ ഒരു രസം ഉണ്ടായിരിക്കും. നീ അങ്ങനെ മാനേജ് ചെയ്ത് നോക്കിക്കേ. ഇന്ന് റോയൊക്കെ നമുക്ക് പിന്നെ വെച്ച് കളിക്കാൻ മോനെ. 2 എണ്ണം എണീച്ച് വാ, പഠിക്കാനുണ്ട് ഇഷ്ടം പോലെ. ഏട്ടാ ഇനിയുണ്ട്, ഇത് കുറച്ച് നേരം കൂടെ ഉള്ളൂ. പ്ലീസ് ഒന്ന് വെയിറ്റ് ചെയ്യ്. ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നാൽ നിനക്കൊക്കെ എന്നെ കൊള്ളാം. എന്നെ അമ്മയാണ് പറഞ്ഞേൽപ്പിച്ചത്. നിനക്കൊക്കെ ജയിക്കണ്ടേ? അച്ഛൻ്റെ അടുത്ത് അങ്ങനെയെങ്കിലും പറയാമല്ലോ, അച്ഛൻ ഞങ്ങൾ ജയിച്ചു എന്ന്. വേറെ ഒന്നും എ പ്ലസ് ഒന്നും ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്നില്ല. ജയിച്ചാൽ മതി, ജയിച്ചാൽ. അതുകൊണ്ട് മക്കളെ വരി എന്നെ ഇവിടുന്ന് പഠിക്കും. വരുൺ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാടാ, അതിൻ്റെ ഭർത്താവല്ലേടാ, പറഞ്ഞു കൊടുക്കടാ. ബെസ്റ്റ്. ഇനിങ്ങോട്ട് നീ എൻ്റെ അടുത്ത് പറയാതിരിക്കുന്ന ഭേദം. നീ പറഞ്ഞാൽ കേൾക്കുമെന്ന് ആദ്യം നോക്കും. ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടല്ല മാനേ. എന്നാലും പറഞ്ഞു നോക്കട്ടെ. അനി പ്ലീസ് എടാ, കുറച്ച് നേരം കൂടെ പ്ലീസ്.
ഇത് ഞങ്ങൾ ഒരുപാട് പറ്റി ചെയ്യുന്ന ഷോയാ. ഇത് ബോറായി പോയാ എല്ലാം പോയ പോലെ, ഞങ്ങൾ ഗ്രൂപ്പ് ഇല്ലാതാവേണ്ടത് പോലെയാ. എടാ പ്ലീസ് എടാ. അച്ചുടാണോ? എടാ പഠിച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാടാ. ആ ഒരു 2 മണിക്കൂർ ഈ പഠിത്തത്തിന് മുമ്പിൽ വന്ന് ഇരിക്കുക. അത്ര നിങ്ങൾ തന്നാൽ മതി, അതിൽ കൂടുതൽ പോണ്ട. ഒന്ന് വാ. അനി പ്ലീസ് ഡാ, പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്റെ പൊന്നല്ലേ, എന്റെ മുത്തല്ലേ, എന്ത് വേണോന്ന് എനിക്ക് വേണ്ടി ചെയ്തു തരാം. സത്യം, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. ഇപ്പൊ പറ്റത്തില്ലടാ, ഞങ്ങൾ ഇതൊന്നും അറേഞ്ച് ചെയ്ത് തീട്ടോട്ടെ, എന്നിട്ട് ഞങ്ങൾ വരാടാ. പ്ലീസ് ഡാ. എന്തോ എങ്ങനെ പൊന്ന് മുത്ത് നിന്റെ വായന ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുമോടാ? വരുമോ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമോ? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, അതുകൊണ്ടാ. ഓ അപ്പം മോ എനിക്ക് വേണ്ടി എന്താണോ ചെയ്തു തരും? എന്തും ചെയ്യുമല്ലോ നീ. ഉണ്ടാ വരുണേ, അതിലെന്തോ ഒരു പന്തിക്കേടുണ്ട്. നീ നോക്കിയും കണ്ട് ഓക്കെ പറയുമ്പോൾ എനിക്കും വളരെ നല്ലതായിട്ടാ. അത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ അത് ചെയ്തു തരും. നിന്നെ കൊണ്ടേ പറ്റുള്ളത് ചെയ്തു തരുമല്ലോ. ശരി, എന്നാ മക്കൾ ഇപ്പം ഇരുന്ന് ചെയ്തോ, ചെയ്തിട്ടിട്ട് വന്നോ. അല്ല, എന്ത് കാര്യന്ന് പറഞ്ഞിട്ട് പോയാ ബെസ്റ്റ്. ഈശ്വര, അതിലെന്തോ ഉണ്ട്. നൈസ്. ഫോൺ കോൾ. എടാ ഞാനിപ്പം വരാവേ, നിക്ക്, അർജന്റ് കോളാ. പോയിട്ട് വരാം ഞാൻ. ലവർ. ആ പോയിട്ട് വാ. എടാ പിന്നെ വിളിക്കണേ, നൈറ്റ് ഞാൻ വിളിക്കാം കേട്ടോ. ഇപ്പം ഇവിടെ അമ്മയും അച്ഛനും ചേട്ടനൊക്കെ ഉണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം, ഓക്കെ? നീ ആയിരുന്നു. നീ എന്താണ് എൻ്റെ റൂമിൽ ചെയ്യുന്നേ? മര്യാദക്കിൻ്റെ റൂമിൽ നടക്കണ ചെറ്റേ. പേടിച്ചു പോയോ എൻ്റെ ബേബി? അങ്ങനെ പേടിക്കാതെ. അങ്ങനെ പേടിച്ചെങ്ങനെ ശരിയാവും? നിനക്ക് ധൈര്യമൊക്കെ ഉണ്ടാവണ്ടേ? പ്രത്യേകിച്ച് എൻ്റെ പാർട്ട്ണറാകുമ്പോൾ നിനക്ക് ധൈര്യമേ വേണം. നിന്റെ പാർട്ട്ണറോ? ആരെ പറഞ്ഞടാ നിന്റെ പാർട്ട്ണറാണെന്ന്? അത് ഞാനും കൂടെ മനസ്സ് വെച്ചാലല്ലോ നിന്റെ പാർട്ട്ണർ ആവത്തുള്ളൂ, അല്ലടാവത്തില്ലല്ലോ. അപ്പം മിണ്ടായിരിക്കും. നീ അത് വിട്ടേക്ക്. ഞാൻ എന്തൊക്കെയോ ഒരു പരാതി കേട്ടല്ലോ ഒരാളടുത്ത് നിന്ന്. എന്ത് പരാതി? ഞാൻ ആർക്കും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടല്ലോ, നീ നിന്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എന്താ സ്നേഹത്തിൽ സംസാരിക്കില്ലെന്നോ, എപ്പം നോക്കിയാലും കടിച്ചു കയറാൻ വേണ്ടിയാണ് എൻ്റെ സംസാരിക്കുന്നതെന്നോ, പിന്നെ എങ്ങനെ അടി വയ്ക്കാതിരിക്കും എന്നൊക്കെ നീ പരാതി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ വന്ന് അങ്ങ് പറയുകയും ചെയ്താ. ഞാൻ പരാതിയൊന്നും അല്ല പറഞ്ഞത്. അവൻ വന്ന് എൻ്റെ അടുത്ത് അടി കൂടി. നീ എന്തിനാണ് ചുമ്മാ അവനായിട്ട് അടി കൂടണേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അവനല്ലേ ഇങ്ങോട്ട് അടി കൂടാൻ വേണേ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ പരാതിയൊന്നും അല്ല പറഞ്ഞത്. പിന്നെ ഇനി നിൻ്റെ അടുത്ത് മിണ്ടിയില്ലെങ്കിൽ എനിക്ക് കണ്ണീരും കരച്ചിലും ഒക്കെ ആണല്ലോ. എനിക്കിത് കഞ്ഞി കേട്ടില്ല നീ എൻ്റെ അടുത്ത് മിണ്ടിയില്ലെങ്കിൽ. മര്യാദയ്ക്ക് എന്നെ വിട്ട എന്നെ പിടിച്ചാൽ നോക്കിക്കോ. നീ ആദ്യം വിട്ട് ആരെങ്കിലും കണ്ടോണ്ട് വന്നാൽ വേറെല്ലാം വിചാരിക്കും. വേറെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. നിനക്കിനി എന്തെങ്കിലും ഉണ്ടോ ഞാനിങ്ങനെ വന്ന് നിൽക്കണേലും അങ്ങനെ ഇങ്ങനെയൊക്കെ? എനിക്കെന്താ നീ ഇങ്ങനെ വന്ന് നിന്നാ? അതാ ഞാൻ ഇഷ്ടം. നിനക്കെന്താ? ഞാൻ അടുത്ത് നീക്കുമ്പോൾ നിനക്ക് ഒരു മരുത്തെ വെപ്രാളവും പരവേശമൊക്കെ ആണല്ലോ. എന്താണ് കയ്യിൽ കൺട്രോൾ പോകുമെന്ന് അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇനി എന്താ നിൻ്റെ അടുത്ത് എനിക്ക് നിൽക്കുന്നതിൽ കൺട്രോൾ പോകുന്നല്ലേ? എനിക്ക് നല്ലപോലെ കൺട്രോൾ ഉണ്ട്, പോകത്തുമില്ല. കേട്ടല്ലോ? എൻ്റെ അടുത്തിന് കൺട്രോളാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് നിനക്കെന്താ കുഴപ്പം? ഞാൻ ഇന്ന് നിനക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ? ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് ഞാൻ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ചുമ്മാ വല്ലവനും വന്ന് എൻ്റെ ദേഹത്ത് പിന്നെ ഞാൻ എന്ത് വിചാരിക്കാനാ? പിന്നെ കാണുന്നവരും നല്ലതായിരിക്കില്ല വിചാരിക്കുന്നത്. എൻ്റെ അച്ഛൻ പോലെ ഇത് കണ്ടോണ്ട് വരണം. പിന്നെ കഷ്ണാക്കും എൻ്റെ അച്ഛൻ. അത് സത്യമാണ്. നിൻ്റെ അച്ഛൻ പോലെ ഇത് കണ്ടോണ്ട് വേണം എന്നെ വെട്ടോന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ നിന്ന് ഡോറ് ലോക്ക് ചെയ്തിട്ട് വന്നത്. ഡോറ് ലോക്ക് ചെയ്തെന്നാ? ഇത് മഴയ്ക്ക് കളിക്കണം. എന്നെ ഒന്ന് വിട്ടങ്ങോട്ട്, എനിക്ക് പോണം. പോവാലോ? പോവാം, നീ വെയിറ്റ്. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേക്ക്. നീ പൊക്കോ. വിടാൻ നിക്ക്.
പിന്നെ ഒരു കാര്യം പറയാം, ഇങ്ങനെ ഒരിക്കലും ദേഷ്യപ്പെടില്ല. ദേഷ്യപ്പെട്ടാലാണ് സത്യം പറഞ്ഞ കൺട്രോൾ പോകണത്. നീ ദേഷ്യപ്പെടാനാണ് നല്ല രസമാണ്. മുഖമൊക്കെ ചുവന്ന് എൻ്റെ കണ്ണൊക്കെ തള്ളി. സത്യമൊന്നേ, നീ അതുകൊണ്ട് ഒരിക്കലും ദേഷ്യപ്പെടല്ലേ. നിന്നെ ഇമാതിരി ഫ്ലേട്ടിങ് വേറെ ആൾട്ടെങ്കിലും എടുത്താൽ മതി. എൻ്റെ അടുത്ത് നീ അത് എടുക്കാൻ വേണ്ട. വിടങ്ങോട്ട് വിടാ. ഇതിൻ്റെ അഭ്യർത്ഥന മാനിച്ച് നീ അങ്ങോട്ടേക്ക് കാര്യം തീരുമാനിച്ചു. ഇനി ഞാൻ ഒരിക്കലും നിൻ്റെ അടുത്ത് ഞാൻ ദേഷ്യപ്പെടുത്തില്ല, അടി വയ്ക്കാനും വരത്തില്ല. ആരോ ഹാപ്പി ഇച്ചു? ഞാനിനി അങ്ങ് സ്നേഹിച്ച് കൊല്ലും നിങ്ങനെ. അപ്പം ആരെന്നൊന്നും പറയില്ലല്ലോ, നീ അടിച്ചെന്നോ അല്ലെങ്കിൽ നീ എന്താ വഴക്കുറഞ്ഞെന്നോ ഒന്നും പറയത്തില്ല. അപ്പം നീ പരാതിയൊന്നും പറയില്ലല്ലോ, ഞാനായിട്ട് എപ്പോഴും അടിയാണെന്ന്. ഇപ്പം നീ സന്തോഷമായില്ലേ? ഞാൻ ഇങ്ങനെ സ്നേഹിച്ച് കാണാൻ വേണ്ടിയല്ലേ നിനക്കിഷ്ടം. നിൻ്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോളാം കേട്ടോ. എന്നെ വല്ലതും സ്നേഹിത്തേ ഉള്ളൂ. ആര് പറഞ്ഞു നിൻ്റെ അടുത്ത് എന്നെ സ്നേഹിക്കാൻ? നീ സ്നേഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. നീ എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയി തന്നാൽ മാത്രം മതി. എന്നെ ഉപദ്രവിക്കാതെ ഒന്നും മിണ്ടാതിരുന്നാൽ മാത്രം മതി. എനിക്ക് അതേ വലിയ കാര്യമാണ്. ഓക്കെ? അയ്യോ, അങ്ങനെ പറയരുത്. എനിക്ക് നിന്നെ സ്നേഹിച്ചേ ഫസ്റ്റുള്ളൂ. എൻ്റെ അഭ്യർത്ഥനയാണ് ഇതൊക്കെ. എൻ്റെ 2-3 നേരം ഒന്ന് പറയുകയും ചെയ്ത്, നിങ്ങൾ ചുമ്മാ കടിച്ചു കീറാൻ വേണ്ടി നിൽക്കല്ലേ, എന്തുവാ നിനക്ക് സങ്കടമാവുമെന്നും അങ്ങനെയൊക്കെ. പക്ഷെ എൻ്റെ ഫാൻസിനാണല്ലോടാ സങ്കടം വീണത്. അവർക്ക് പൊതുവെ ജെക്ക് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. നീ അത് തകർത്ത് കൊടുത്തില്ലടാ അവർക്ക് വേണ്ടിയിട്ട്. ജെക്ക് ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് എടാ, അത് നീ കണ്ടു നോക്കാൻ. ജെക്കിന് കൂടുതലും ദേഷ്യമായിട്ടും ഹോട്ടായിട്ടും കാണുകയാണ് എല്ലാവർക്കും ഇഷ്ടം. ഇതിൽ ഞാൻ ഹോട്ട് തന്നെയാണ്. ബട്ട് എൻ്റെ ദേഷ്യം പോയില്ലേ? പാവം ഇനി കുഞ്ഞുവാവ സൈസ് ഇവിടെ കണ്ടു വിഷമിക്കേണ്ടി വരുമല്ലോ. സ്പെല്ലിങ് മിസ്റ്റേക്ക് വരുന്നുണ്ട്. പക്ഷെ നിനക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അവർ സന്തോഷിച്ചോളും. നിനക്ക് വേണ്ടിയിട്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്താലും അവർ സന്തോഷിക്കും. അതുകൊണ്ട് നോ പ്രോബ്ലം. മതി, നീ എന്ന് വിട്ടേ. വിട്ടാം, ഇത്രയൊക്കെ ആയിട്ടില്ലേ? അപ്പം എന്തെങ്കിലും ഒന്നും കിട്ടാതെ വിടാൻ പറ്റുമോ? നീ തന്നെ പറ. എന്തെങ്കിലും ഒന്നും കിട്ടാതെ ശരിയാ. എന്തെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിൽ നിനക്ക് ശരിയാകത്തില്ല. ഞാൻ 2 നല്ല അടി വെച്ച് തരാം. എങ്ങനെയുണ്ട്? അത് വേണ്ട, എനിക്ക് വേറൊരു സാധനം മതി. തരുമോ നീ? നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളവൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ മറ്റവൻ്റെ ചെന്ന് നീ ചോദിച്ചാൽ മതി. എൻ്റെ അടുത്ത് നീ വരണ്ട. ഓക്കെ? വിട്ടങ്ങോട്ട്. ഇപ്പം ഞാൻ നിന്നെ വിടുക, പക്ഷെ ഇനി ഞാൻ വിടത്തില്ല. അതിന് സൂക്ഷിച്ചും കണ്ടു നിൽക്കുന്നതായിരിക്കും നിനക്ക് വളരെ നല്ലത്. നീ പോണ പട്ടി. ആനന്ദേട്ടാ, എന്താ ഇങ്ങനെ ഇരിക്കുന്ന? കുറെ നേരമായാലും ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് കാര്യം പറ. എനിക്കറിയത്തില്ലടി, അവനെവിടെയാ വിച്ചു? ഉറങ്ങിയോ? നല്ല കാര്യം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് കുറച്ച് പ്രശ്നമുണ്ടെന്ന്. നിനക്ക് നമ്മളുടെ പഴയ ഫ്രണ്ടിനെ അറിഞ്ഞൂടെ, ജേക്കബ്? അവനെ ഞാൻ ഒരു 1 മന്തായിട്ട് ഞാൻ കണ്ടു. ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. പക്ഷെ അവൻ അങ്ങനത്തെ ഒരാളല്ലേ എന്നടി. അവൻ ഒരുപാട് മാറിപ്പോയി. ഓരോ ദിവസം അവൻ്റെ അടുത്ത് വന്നിട്ട് കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ് ചോദിച്ചു. ഞാൻ അത് കൊടുക്കത്തില്ല, പറ്റില്ല എന്നും പറഞ്ഞു. വേണമെങ്കിൽ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ആയിട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ കമ്പനി പാർട്ട്ണർഷിപ്പ് അങ്ങനെ വിട്ടു തരത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് അവൻ എൻ്റെ അടുത്ത് ഒരു വരി ഇട്ട്. മിക്കവാറും അത് ഇതിനു വേണ്ടിയുള്ളതായിരിക്കും. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ ഏതോ ഒരു മോന് വേണ്ടിയിട്ട് നമ്മളുടെ വിച്ചുവിന് ചോദിച്ചു. ഞാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും അവൻ വിട്ടില്ല. അവൻ ഇന്ന് വരെ വന്ന് വിച്ചുവിൻ്റെ കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചു. ഇൻ കേസ് അനിയ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നെങ്കിൽ എന്തായാലും അനിയനെ അവൻ ചോദിക്കുള്ളായിരുന്നുള്ളൂ. ഇതിപ്പോൾ അനിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് വിച്ചുവിനെ അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
അവന്റെ സ്വഭാവം പണ്ടത്തെ പോലെയൊന്നുമല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ എന്നോടുള്ള വാശിക്ക് വിച്ചുവിന് ചിലപ്പോ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോവാനോ സാധ്യത ഉണ്ടടി. എനിക്ക് അത് ഓർത്തിട്ടാ പേടി. എന്തെങ്കിലും ഉണ്ടായ അതുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും സ്റ്റഡീസ് തീർത്തിട്ട് ഫോറിനിലെല്ലാം പോവാൻ പറയുന്നത്. ഇവൻ ഡാൻസ് എന്നും പറഞ്ഞ് അതിൻ്റെ പിറകെ നിൽക്കുന്നതുകൊണ്ട് അവൻ പോത്തുമില്ല. എങ്ങനെയെങ്കിലും അവനെ ഇവിടെ നിന്ന് കയറ്റി വിട്ടേ പറ്റത്തുള്ളൂ, അല്ലാതെ എനിക്കൊരു സമ്മോചനം ഉണ്ടാവത്തില്ലടി. ഇത്രയും വലിയ പ്രോബ്ലം ഉണ്ടായിട്ടാണോ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാതെ മറച്ചു വെച്ചത് മനുഷ്യ? എൻ്റെ ഈശ്വരാ. അല്ലെങ്കിലും നേരത്തെ ഉള്ള പോലെ ആയിരിക്കണമെന്നില്ല. എല്ലാരും മാറും. എന്റെ കൊച്ചിന് ഒരിടത്ത് ഞാൻ വിടത്തില്ല, അത് പറ്റത്തില്ല. ഒന്ന് പോയേ നിങ്ങള്. എടി, അത് അവന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നമുക്ക് ഇഷ്ടമെന്ന് വിചാരിച്ച് അവൻ ഇവിടെ തന്നെ നിർത്തിക്കാൻ നോക്കണ്ടേ പ്രിയേ? നീ തന്നെ പറ. എന്റെ കൊച്ചിനെല്ലാം പിരിഞ്ഞ് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ആനന്ദേട്ടാ വേറെ എന്താണ് ചെയ്തോ, പക്ഷെ എന്റെ കൊച്ചിനെ ഞാൻ വരത്തില്ല. സേഫ്റ്റി മണം കട്ട. സേഫ്റ്റി പാലിച്ചിട്ടാണോ അവൻ ഇനി ഇവിടെ അങ്ങോട്ട് വേറെ എവിടെയെങ്കിലും പോകണേ? അവൻ പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവന്റെ സേഫ്റ്റിയിൽ നിങ്ങൾക്ക് വേണ്ടത്. എന്നാ ഏറ്റവും സേഫായ ഒരു സ്ഥലമുണ്ട്. വേണമെങ്കിൽ അവന് അങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ നിൽക്കാം, അല്ലാതെ വേറൊരു സ്ഥലത്തും ഞാൻ അവനെ വിടത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും നീ ഇനി കേൾക്കൂലെന്ന് എനിക്ക് മനസ്സിലായി. നീ ആയിട്ട് തന്നെ ഒരു സ്ഥലം പറയില്ലേ? ശരി പറ, ഞാൻ കേൾക്കാം. നീ പറ. എന്നാ എനിക്ക് വാക്ക് നീ പറ. ഞാൻ ഉദ്ദേശിച്ചത് അനുവിന്റെ വീട്ടിൽ വിടാമെന്ന. നിങ്ങളെ അനിയത്തിയുടെ വീട്ടില്. അവളെ വീട്ടിലോ? എന്തിനി? അതൊന്നും വേണ്ടടി, നീ ഒന്ന് പോയേ. അവളെ വീട്ടിലൊന്നും വിടത്തില്ല. ലാസ്റ്റ് അവൾക്കത് ശല്യായി പോ. അവൾക്കത് ശല്യമൊന്നും ആവത്തില്ല ഏട്ടാ. ഞാൻ ഉദ്ദേശിച്ചത് വിച്ചുനെ വെറുതെ വിടാൻ വേണ്ടിട്ടല്ല. പിന്നെ എങ്ങനെ വിടാനാണ് നീ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ വിച്ചുനെ അവിടെ കെട്ടിച്ച് വിട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. അവന് എന്റെ മോനെ പഠിക്കാൻ നല്ലതായിരിക്കും. നീ ഒന്ന് പോയ അങ്ങോട്ട്. ഇംഗ്ലീഷ് ഞാൻ കൊടുക്കാൻ സമ്മതിച്ചാൽ പോലും എന്റെ മോ അത് സമ്മതിക്കത്തില്ല. രണ്ടെണ്ണം കണ്ട കീരി പാമ്പുമാണ്. പിന്നെ എങ്ങനെയാണ് ഇവന് ഇനി അങ്ങോട്ട് അയക്കുക? ഇനി അവനെ നിർബന്ധിച്ച് കെട്ടിച്ചങ്ങോട്ട് വിട്ടാൽ പോലും അവിടെ 4 അടി വയ്ക്കും. ഇനി മറ്റന്നാ വല്ല പെട്ടി എടുത്തോണ്ട് അവൻ ഇങ്ങോട്ട് വരുമെന്ന് ആർക്കറിയാം? ഇനി ചുമ്മാ വിച്ചു ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും ഇങ്ങോട്ട് വിളിച്ച് കയറ്റി കൊണ്ട് വരണോ? അതിനെയും കട്ടി നല്ലത് നീ ആ മാറ്റർ ക്ലോസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അവിടെ തമ്മിൽ അടിയെന്നൊക്കെ ശരിയാ, ബട്ട് ഇല്ല ഏട്ടാ, അവൻ തിരിച്ചൊന്നും നിക്കത്തില്ല. എനിക്കറിയാം നിങ്ങൾക്ക് എന്തോ ഒരു ദേഷ്യം അവൻ്റെ അടുത്തുണ്ട്, പക്ഷെ ഇഷ്ടമില്ലായ്മ അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് അവന് ഇഷ്ടമുണ്ട്, അതെനിക്ക് അറിയാൻ കഴിയും. പക്ഷെ നിങ്ങൾ ആ ഇഷ്ടം തുറന്നു കാണിക്കാത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് അവനും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും നിങ്ങളൊന്നും പറയാതെ അതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നത്. ചേട്ടാ, വിച്ചുവിന് ഇത്രയും നല്ലൊരു മാരേജ്, ഇത്ര നല്ല ആളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടത്തില്ല. എനിക്ക് 100% ഉറപ്പാണ്. എന്തുകൊണ്ടും അവർ ചേർന്ന് തന്നെയാണ് വിച്ചുവിനും ചേർന്നത് തന്നെയാണ് അജു. ഓക്കെ, ഇങ്ങോട്ട് ഈ വിടാട്ടാ പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. അവന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെ പറയുന്നത്. അജുവിന്റെ കയ്യിൽ വിച്ചു എത്തിയ പിന്നെ നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യം കാണത്തില്ല. അവൻ പൊന്നുപോലെ നോക്കിക്കോളും. ചേട്ടാ ഒന്ന് കേക്ക് കേട്ടാ, പ്ലീസ് പ്ലീസ്. ശരി ഇനി ഞാൻ റെഡിയാണ്. നീ പറഞ്ഞ പോലെ എനിക്ക് അവന് ഇഷ്ടമാണ്. പക്ഷെ എന്തോ ഇത് മൂത്തിട്ടാ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ കാണിക്കുന്ന, അല്ലാതെ എനിക്ക് ഒരു ദേഷ്യം അവൻ്റെ അടുത്ത് ഇല്ല. ഓക്കെ, പക്ഷെ ഇതിനെ വിച്ചു സമ്മതിക്കുമെന്ന് ആർക്കറിയാം? ആ പൊട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കണ്ടേ ഇതിനൊക്കെ? അതും കൂടാതെ അനു സമ്മതിക്കേണ്ടി ഇതിനൊക്കെ. പിന്നെ അവന്റെ സമ്മതം വാങ്ങിക്കണം. ഇവർ ഇത്ര പേര് സമ്മതം വാങ്ങിക്കാതെ നമ്മളെ മാത്രം തീരുമാനിച്ച വല്ല കാര്യമുണ്ടോ? ഞങ്ങളെ മോന്റെ സമ്മതം അത് നിങ്ങൾ വിട്ടേക്ക്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ അവര് സമ്മതം, അവർക്ക് 100% സമ്മതമായിരിക്കും, എനിക്ക് ഉറപ്പാ. ഏട്ടനൊരു കാര്യം ചെയ്യും, അവളെ കോൾ വിളിച്ചിട്ട് നാളെ വീട്ടിൽ വരാൻ പറയാം. നാളെ അവ ഇവിടെ ഇല്ലല്ലോ, അപ്പം വരാൻ പറയാം. അവിടെ എല്ലാത്തും കൂടെ വരാൻ പറയാം.
നമുക്ക് നാളെ എല്ലാവർക്കും കൂടി ഇന്ന് സംസാരിക്കാം. നാളെ എന്തായാലും വിച്ചും വരും ഇവിടെ ഇല്ല, ബാക്കി ഇല്ല, നമ്മൾ ഇത്ര പേരും മതി. ഓക്കെ, നാളെ ഇല്ല, അവർക്ക് ഓക്കെ ആണെങ്കിൽ ഈ കല്യാണം നമ്മൾ നടത്തും. വിച്ചുവിന്റെ കാര്യം ചേട്ടൻ വിട്ടേക്ക്. മതിക്കൂ, ഫോൺ എന്താ വിളിക്ക്. എന്റെ അമ്മ വിറ്റ് സമ്മതിക്കും. ശരി, ഞാൻ വിളിക്കാം. ഏട്ടൻ, ഏട്ടാ പറയേട്ടാ. ഹലോ മോളെ, ഞാനാ ഏട്ടനാ. അത് പിന്നെ മോൾക്ക് സുഖമല്ലേ? ആ എനിക്ക് സുഖമായിട്ടാ. ഏട്ടന് സുഖമാണോ? ആ ഏട്ടനും സുഖമാടാ. നമുക്കേ ഒന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മോളത്ത് സംസാരിക്കാനുണ്ട്. നാളെ അവനെയും കൂട്ടി പിന്നെ ഇതിന്റെ 2 മക്കളെയും കൂട്ടി വാ. പിന്നെ ആരൂനെയും മറക്കണ്ട, അവനെയും കൊണ്ടുവന്നോ. എന്തിനാട്ടാ വരുന്നേ? എല്ലാം നാളെ വന്നിട്ട് പറയാം. നിങ്ങള് വരണേ, രാവിലെ വരണേ. ഓക്കെ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. ആ ശരി, ഞാൻ രാവിലെ വരാട്ടാ. ആ ഗുഡ് നൈറ്റ് ഏട്ടാ. ആരാടി വിളിച്ചേ? ഏട്ടനാ വിളിച്ചത്. അളിയനോ? എന്താ വെച്ചാ, എന്താ കാര്യം? അറിയത്തില്ല, നമ്മളത് എല്ലാത്തും കൂടെ നാളെ രാവിലെ അങ്ങ് ചെല്ലാൻ പറഞ്ഞു. അയ്യോ എനിക്ക് വയ്യ, എന്റെ ഏട്ടൻ സംസാരിച്ച്. ഹാപ്പി. നാളെ അങ്ങ് ചെല്ലാലോ. നമുക്ക് രാവിലെ പോവാലോ. എല്ലാത്തും കൂടെ ആണോ പോവാൻ പറഞ്ഞ? ആ പോവാ. ഓ മുഖത്ത് സന്തോഷം കൊണ്ടൊന്ന് വിരിഞ്ഞല്ലോ. നാളെ പോവാം കേട്ടോ.